ഈ തിരക്കിന്റെ ഇടയിൽ ഈ ഉർസിലൊക്കെ ഒന്ന് വന്നു പോകുന്നത് അവർ അർവാഹി ഇവിടെ ഉണ്ടാവും എന്ന് ഉറപ്പാണ്. അപ്പൊ വരാതിരിക്കാൻ കഴിയില്ല. നമ്മുടെ ഉസ്താദുമാരും കൂടി ആയാലോ ഏറ്റവും കടമയായി. എൻ്റെ ഉസ്താദിന്റെ ഉസ്താദാണ് ബഹുമാനപ്പെട്ട ശൈഖുന അവറുകൾ. അല്ലാഹു അവിടത്തെ പറ്റി നമ്മളൊന്നും പറയേണ്ട ഒരാവശ്യമില്ല. ഈ സദസ്സിലുള്ളവർ മുഴുവൻ എന്നെക്കാൾ അനുഭവമുള്ളവരായിരിക്കും. അള്ളാഹുവിന്റെ റസൂലിന്റെ വലിയൊരു ആശിഖും വലിയൊരു മാദിഹും അടുത്ത കാലത്തൊന്നും ഇങ്ങനത്തെ ഒരു മാദിഹ് കഴിഞ്ഞു കാണൂല. അവിടുത്തെ പ്രയോഗങ്ങളും തഹ്മീസുകളൊക്കെ വായിച്ചവർക്ക് എന്തൊന്നില്ലാത്ത ഒരു ബഹുമാനം ബഹുമാനപ്പെട്ടവരോട് ഉണ്ടാകുന്ന ഉറപ്പാണ്. മുത്തുനബിന്റെ ഇഷ്കായിരുന്നു അവിടുത്തെ എല്ലാ മദാറും. കിതാബിന്റെ കാര്യം പിന്നെ പറയണ്ടല്ലോ. നമ്മുടെ ഉസ്താദുമാര് വലിയ കഴിവുള്ളവരാണ്, ആരും പൊട്ടായവരില്ല. എന്നാലും ബഹുമാനപ്പെട്ട ബാബുസ്താദിന്റെ ഹാല് എന്റെ ഉസ്താദ് പലപ്പോഴും പറയാറുണ്ട്. ഷവാഹിദ് എഴുതുമ്പോഴും ജമ്മുൽ ജവാമി എഴുതുമ്പോഴും പല കിതാബുകൾക്കും വലുത്തൊരു ഉസ്താദ് ഷർഹ് ചെയ്തിട്ടുണ്ട്. അള്ളാഹു കബൂലാക്കട്ടെ, ഉസ്താദിന്റെ ദറജ അള്ളാഹു ഏറ്റിക്കൊടുക്കട്ടെ. അപ്പൊ അതിലൊക്കെ പല സ്ഥലത്തും ഷെയ്ഖുന അബൂ അബ്ദുറഹ്മാൻ പറഞ്ഞത് ഇങ്ങനെയാണ് എന്ന് പറഞ്ഞു. ഉസ്താദിന്റെ 50ഓളം ഗ്രന്ഥങ്ങളുടെ ഇന്ന് ബാബുസ്താദിന്റെ മാത്രം ഫവായിദുകൾ ഒരു കിതാബാക്കാനുണ്ട് ഹബീബന്മാരെ. എനിക്ക് അതിനൊക്കെ ആഗ്രഹമുണ്ട്, തൗഫീഖ് കിട്ടിയില്ല. ആ ഫായിദ മാത്രം കിതാബുകളിൽ ഉസ്താദ് പറഞ്ഞ ഫായിദ മാത്രം 50ഓളം ഗ്രന്ഥങ്ങളിൽ പറഞ്ഞ അത് മാത്രം എഴുതിയാൽ അതൊരു കിതാബാവും. ഫവായിദ് അബി അബ്ദുറഹ്മാൻ എന്നൊക്കെ പറയാൻ പറ്റിയ രൂപത്തിൽ ഒരു വലിയ ലോകമാണ് ഉസ്താദ്. ഇപ്പൊ മങ്കൂസ് മൗലിദ് നമുക്കൊക്കെ അറിയാതെ അതിലൊരു ഭാഗത്ത് എന്താ ഞാൻ പ്രസംഗിക്കാൻ ഉദ്ദേശിച്ചത് അല്ലായിരുന്നു. പിന്നെ ഫലമ്മാന അവാനു മൗലിദിഹിൽ കരീം അതല്ല, അത് മങ്കൂസ് മൗലിദിലല്ല, അത് ഷറഫുൽ അനാമില. ഒരു സ്ഥലത്ത് ഞാൻ അതിന്റെ ലഫ്ള് ഓർമ്മയില്ലെങ്കിലും വിഷയം പറയണം. അപ്പം മഹദിയായ ആമിന ബീവി റളിയല്ലാഹു അൻഹ മുത്തുനബിയുടെ ജന്മത്തിന്റെ തൊട്ട് ആ ടൈമിൽ വഹിയ ഫരീദത്തുൻ മുസ്തഇനിസത്തുൻ ബിബറകാതിഹ. പിന്നെന്താ നിങ്ങളതിന്റെ ഹാഫിമീകളാണ്. എന്താണ്? അതെ, അങ്ങനെ എന്റെ തൊട്ട് മുമ്പത്ത് കാണ്ടുപോകാൻ ഇപ്പോഴും ഒരിക്കലും നമ്മളെ സഹായിക്കൂല. അങ്ങനത്തെ ഒരു കൂട്ടർ മുമ്പുണ്ടായിരുന്നു. അൽഫി ഇവിടുന്ന് അങ്ങോട്ടും അവിടുന്ന് ഇങ്ങോട്ടും പാടുന്നവരൊക്കെ ഉണ്ടായിരുന്നു. അത് വല്ലാത്ത ഹിഫാദാണ്. ബാബുസ്താദ് ഭയങ്കര കൂത്ത് ഹാഫിദുള്ള ആളാണ്. അതിലത്തെ ഉസ്താദിനെ കൂത്ത് ഹാഫിദ് ഭയങ്കരമാണ്.